എല്ലാവരും ഈ പെരുന്നാളിന് ചെയ്യേണ്ട ഏറ്റവും വലിയ ആരാധന പെരുന്നാൾ നിസ്കാരങ്ങൾ, തക്ബീറുകൾ, ദാനധർമ്മങ്ങൾ. അതോടുകൂടെ തന്നെ ഇപ്പോഴത്തെ അന്തരീക്ഷം ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമായിരിക്കണം. അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കണം. കുടുംബ ബന്ധം അതൊരു ലഹരിയാക്കി മാറ്റി കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന ആസ്വാദനങ്ങളും സന്തോഷങ്ങളും എല്ലാവരിലേക്കും പ്രോത്സാഹിപ്പിച്ച് പ്രചോദിപ്പിച്ച് കൂട്ടുകുടുംബങ്ങളിൽ ദുർബലരും അശരണരും പാവപ്പെട്ടവരെയും കണ്ണീരൊപ്പാനും സഹായിക്കാനും തീരുമാനമെടുത്ത് ലഹരിക്കെതിരെ ശക്തമായ പ്രഭാഷണം പെരുന്നാൾ ഖുതുബ നിസ്കാരത്തിന് ശേഷമുള്ള പ്രഭാഷണത്തിൽ പ്രധാനമായും ലഹരിയെക്കുറിച്ചുള്ള ഉത്ബോധനമാണ് ഏറ്റവും അനിവാര്യമായത്. അതുപോലെ തന്നെ അപകടങ്ങളെക്കുറിച്ച് ശരിക്കും ഉത്ബുദ്ധരാക്കേണ്ടതുണ്ട്. എല്ലാ ആഘോഷങ്ങളും ഓണാണെങ്കിലും വിഷു ആണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാറ്റിലും അപകടങ്ങളുടെ നിരന്തര വാർത്തകൾ വേദനിപ്പിക്കാറുണ്ട്. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഒരു കാരണവശാലും വണ്ടി വിടുകയില്ല. വല്ലതും സംഭവിച്ചാൽ ഡ്രൈവർക്കാണെങ്കിൽ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത കുറ്റം ഏൽക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കണം. മറ്റു വല്ലവർക്കും സംഭവിച്ചാൽ കൊന്ന കുറ്റം ഏൽക്കണമെന്ന തീരുമാനത്തോടുകൂടെ ഈ പെരുന്നാളിന് ഒരു ആക്സിഡന്റ് ഉണ്ടാവരുത്, ആരും ലഹരി രുചിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഈ പെരുന്നാൾ റമദാനിന് കൈവരിച്ച ആത്മീയ വിശുദ്ധി ജീവിതത്തുടനീളം പ്രതിഫലിക്കുമെന്നും മനസ്സ് സംസ്കരിക്കും. നല്ല പുതുപുത്തനുടുപ്പ് ധരിക്കുമ്പോൾ എൻ്റെ ഹൃദയം പുതുപുത്തനാക്കും എന്നുള്ള തീരുമാനമാക്കട്ടെ. വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പുമില്ലാത്ത ഹൃദയമായിരിക്കണം എൻ്റെ ഹൃദയമെന്ന പ്രതിജ്ഞയാവട്ടെ ഈ പെരുന്നാളിൻ്റെ വലിയ പ്രതിജ്ഞ.